ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ Xavier. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കേറെ സുപരിചിതമായ മുളയുടെ ഗുണങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം. ഇംഗ്ലീഷ് നെയിം ബാംബു, സംസ്കൃതം പേര് വംശലേഖന. ഇത് മധുരരസവും കഷായരസവും ലഘുഗുണവും ശീതവീര്യവും മധുര വിഭാഗവും ചേർന്നതാണ്. ഇതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. ഇത് ഒരു വാജീകരണ ഔഷധമായി പുരാതന കാലം മുതൽ തന്നെ പ്രസിദ്ധമാണ്. നമുക്കേറെ സുപരിചിതമായ ച്യവനപ്രാശത്തിലെ ഒരു പ്രധാന ഔഷധ ഘടകം കൂടിയാണ് വംശരോചന. മുളയിൽ നിന്നും ലഭിക്കുന്ന വംശരോചന ച്യവനപ്രാശത്തിലെ ഒരു പ്രധാന ഘടകമാണ്. ഇത് ശ്വാസകോശം ചുരുങ്ങുന്ന രോഗാവസ്ഥയിൽ വംശരോചന വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. മുളയുടെ ഇല കഷായം വെച്ച് സേവിച്ചാൽ അഗ്നിദീപ്തി ഉണ്ടാകുന്നു. വാജീകരണ ഔഷധമായും വംശരോചന ഉപയോഗിച്ചു വരുന്നു. അതുപോലെ മുളയുടെ ഇലയും പൂവും തളിരിലകളും കഷായം വെച്ച് സേവിക്കുന്നത് ഗർഭാശയ ശുദ്ധി വരുത്തുന്നതിന് സഹായകമാണ്. ഇത്തരം ആയുർവേദ അറിവുകൾ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, പഞ്ഞകാലത്ത് ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന പുരാതന കാലങ്ങളിൽ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ അരിയും ഗോതമ്പും അതുപോലുള്ള ധാന്യങ്ങളും സുലഭമല്ലാതെ ഇരുന്ന ഒരു കാലത്ത് മുളയരി ഒരു ആഹാരമായി എല്ലാവരും ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും ആദിവാസികളും ഗോത്രവർഗക്കാരും മുളയരി അവരുടെ ഒരു പ്രധാന ആഹാരമായി ശീലിച്ചു വരുന്നു. ഇത് ധാരാളം എനർജിയും ആരോഗ്യവും ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും വാജീകരണവുമായ ഒരു ഔഷധം കൂടിയാണ് മുളയരി. ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ Xavier. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.